Hi friends, welcome to Xello English. നമ്മൾക്ക് വീട്ടിലിരുന്ന് തന്നെ ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റുമോ? പലരും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ? ചിലർ വിചാരിക്കും ഓക്കെ എനിക്ക് ഇംഗ്ലീഷ് പഠിക്കണമെങ്കിൽ എൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വേറെ എവിടെയെങ്കിലും പോയി ഇരുന്ന് പഠിക്കണം, അതിനൊന്നും എനിക്ക് സമയമില്ല എന്നൊക്കെ കരുതി നമ്മൾ പലരും ഇംഗ്ലീഷ് പഠിക്കാൻ തയ്യാറാവാറില്ല. പക്ഷേ നമ്മൾക്ക് വീട്ടിലിരുന്ന് തന്നെ ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റുന്ന പല വഴികളും ഉണ്ട്. അപ്പം അങ്ങനെയുള്ള കുറച്ച് വഴികളാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. പക്ഷേ നിങ്ങൾക്ക് പ്രൊഫഷണലിയോ അക്കാഡമിക് ആയിട്ടോ ഒക്കെ അത്യാവശ്യമായിട്ട് ഇംഗ്ലീഷ് പഠിക്കേണ്ടവരാണെങ്കിൽ നിങ്ങൾക്കൊരു ക്വാളിഫൈഡ് ട്രെയിനറിൻ്റെ ഹെൽപ്പ് വേണ്ടി വരും. അതുകൊണ്ട് തന്നെ നമ്മൾ സെല്ലോ പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സസിനെ പറ്റി നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അത് നോക്കിയിട്ട് നിങ്ങൾക്ക് പറ്റുന്ന കോഴ്സസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. സോ ബാക്ക് ടു ദ ടോപ്പിക്. നമ്മൾക്ക് വീട്ടിലിരുന്ന് എന്തൊക്കെ ചെയ്ത് ഇംഗ്ലീഷ് പഠിക്കാം, എന്തൊക്കെ ശീലങ്ങൾ നമ്മൾ നമ്മുടെ ഡെയിലി ലൈഫിലേക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെങ്കിലാണ് നമ്മൾക്ക് ഇംഗ്ലീഷ് കാര്യമായിട്ട് പഠിക്കാൻ പറ്റുന്നതെന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യം, നമ്മൾ ഇംഗ്ലീഷ് പഠിക്കേണ്ടത് പല ഡിറക്ഷനിലാണ്. ഓക്കെ, നമ്മൾക്കിപ്പം സംസാരിച്ച് മാത്രം പഠിക്കാം അങ്ങനെയൊന്നുമില്ല. നമ്മൾ കേട്ട് പഠിക്കണം, എഴുതി പഠിക്കണം, ചിന്തിച്ച് പഠിക്കണം, വായിച്ച് പഠിക്കണം, പറഞ്ഞു പഠിക്കണം. ഈ രീതികളിലെല്ലാം നമ്മൾക്ക് ഈ എല്ലാ ഫീൽഡിലും നമ്മൾക്ക് ഇംഗ്ലീഷ് എത്തിക്കാൻ പറ്റിയാലാണ് നമ്മൾക്ക് ഇംഗ്ലീഷ് പഠിക്കുന്നതിൽ സക്സസ്ഫുൾ ആവാൻ പറ്റത്തുള്ളൂ. ചിലപ്പോൾ നമ്മൾക്ക് എഴുതേണ്ടതിൻ്റെ ആവശ്യമേ വരുന്നില്ലായിരിക്കും, നമ്മൾക്ക് പറഞ്ഞ് ഇംഗ്ലീഷ് സംസാരിക്കുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ കൺസേൺ ഉള്ള കാര്യം. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിലേക്ക് കൂടുതൽ കോൺസെൻട്രേഷൻ ഇട്ടിട്ട് നമ്മൾ റൈറ്റിംഗ് അത്രയ്ക്ക് ചെയ്യാതിരുന്നാൽ മതി. എന്നാലും നമ്മൾ റൈറ്റ് ചെയ്യുന്നതിലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇംഗ്ലീഷിൽ ചിന്തിക്കുന്ന സാധനം നമ്മൾക്ക് ഫ്ലോയിൽ എഴുതാൻ പറ്റും. അത് നമ്മളെ പിന്നീട് ഫ്ലോയിൽ സംസാരിക്കുന്നതിലേക്ക് സഹായിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ടാവണം. എന്നാലാണ് നമുക്ക് ഗ്രാജുവലായിട്ട് ഇംഗ്ലീഷിൽ ബെറ്ററായി വരാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ഈ 5 ഡിറക്ഷനിലും പഠിക്കണമെന്ന് പറഞ്ഞു. ഇതിൽ ഓരോന്നിലും നമ്മൾക്ക് എങ്ങനെ ഈ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. അതിന് മുന്നേ ആയിട്ട് നമ്മൾ ഈ 5 രീതിയിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്, ഇതിനകത്തിപ്പം നമ്മൾ ഇൻപുട്ട് ഇടുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ലിസണിങ്ങിലൂടെയും റീഡിങ്ങിലൂടെയും ചിന്തയിലൂടെയും നമ്മൾ ഇടുന്ന ഇൻപുട്സാണ് നമ്മൾക്ക് പിന്നീട് സംസാരിക്കാനും എഴുതാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നത്, ഔട്ട്പുട്ടായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ എപ്പോഴും ഇംഗ്ലീഷ് പഠിക്കുന്ന സമയത്ത് നമുക്കൊരു ഇൻപുട്ട് ഔട്ട്പുട്ട് റിലേഷനുണ്ട്. നമ്മൾ ഇൻപുട്ടായിട്ട് റീഡിങ്, ലിസണിങ്, തിങ്കിങ് ഒക്കെ ചെയ്താൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ സംസാരിക്കാനും നല്ല രീതിയിൽ എഴുതാനും പറ്റുള്ളൂ. അതായത് നല്ല ഔട്ട്പുട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് ആദ്യം ഈ ഇൻപുട്ട് കൊടുക്കുന്ന കാര്യങ്ങളിലേക്ക് നോക്കാം. ഒന്നാമത്തേതെന്ന് പറയുന്നത് ലിസണിങ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ മലയാളീസ് ആയിരിക്കും തന്നെ നമ്മൾ എപ്പോഴും കേൾക്കുന്നത് എന്താണ്? മലയാളമാണല്ലേ. അതുകൊണ്ട് തന്നെ നമ്മൾ മലയാളത്തിൽ കുറേ കാര്യങ്ങൾ കേട്ടിട്ട് നമുക്കൊരു പോയിന്റിൽ ഇംഗ്ലീഷ് സംസാരിക്കേണ്ടി വരുമ്പോൾ പെട്ടെന്ന് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കേൾക്കുന്ന കാര്യങ്ങളെ ഇംഗ്ലീഷിലേക്ക് മാറ്റണം. ഇതാണ് നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്. നമ്മളിപ്പം മലയാളം സോങ്സ് കേട്ട് ഭയങ്കരമായിട്ട് മലയാളം ഭയങ്കര യൂസ്ഡ് ആയിട്ടുള്ളവരായിരിക്കും. മലയാളം സോങ് ആയിരിക്കും നമുക്ക് നല്ലൊരു ഫീലൊക്കെ തരുന്നത്. അപ്പോൾ ഇംഗ്ലീഷ് സോങ്സ് പെട്ടെന്ന് കേട്ടാൽ നമുക്ക് ചിലപ്പോൾ ഒന്നും തോന്നിയെന്ന് വരത്തില്ല. കാരണം നമുക്കത് എന്താണ് ലിറിക്സ് എന്നൊന്നും നമുക്കറിയില്ല. ഓക്കെ, പക്ഷേ നിങ്ങളൊരു സ്റ്റെപ്പ് ഫോർവേഡ് എടുത്തിട്ട് ഈ മലയാളം സോങ്സിനെ മാറ്റി വെച്ചിട്ട് അതിന് പകരം പതുക്കെ ഇംഗ്ലീഷ് സോങ്സ് കേൾക്കാൻ സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, ഇതാണ് നിങ്ങൾക്ക് വീട്ടിലിരുന്നോ നിങ്ങൾ ട്രാവൽ ചെയ്യുമ്പോഴോ നിങ്ങളുടെ വർക്കിൻ്റെ ഇടയ്ക്കോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. നിങ്ങളുടെ ഡെയിലി ലൈഫിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണിത്. നമ്മൾ എന്ത് ചെയ്യുക? ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇംഗ്ലീഷിലുള്ള കാര്യങ്ങൾ ലിസൺ ചെയ്യാൻ ശ്രമിക്കുക. ഇംഗ്ലീഷിലുള്ള മൂവീസ് കാണാൻ ശ്രമിക്കുക. മാക്സിമം ഇൻപുട്ട് കൊടുക്കാൻ ശ്രമിക്കുക. സോങ്സിലൂടെ ആണെങ്കിലും മൂവീസിലൂടെ ആണെങ്കിലും പോഡ്കാസ്റ്റിലൂടെ ആണെങ്കിലും ഇൻ്റർവ്യൂസ് കാണുന്നതിലും ഡിഫറെൻറ്റ് വീഡിയോസ്, നമുക്ക് യൂട്യൂബിൽ എന്തോരം വീഡിയോസ് അവൈലബിൾ ആണ് അല്ലേ. ഇംഗ്ലീഷിലുള്ള ഒരുപാട് വീഡിയോസ് അവൈലബിൾ ആണ്, ഒരുപാട് ഇൻ്റർവ്യൂസ് ഒക്കെ അവൈലബിൾ ആണ്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ മാക്സിമം ഇൻപുട്ട് കൊടുക്കാൻ ശ്രമിക്കുക. നമുക്ക് തുടക്കത്തിലൊന്നും അതിനകത്ത് പറയുന്ന കാര്യങ്ങളൊന്നും അത്ര മനസ്സിലാവണം എന്നില്ല. പക്ഷേ നമ്മൾ സമയമെടുത്ത്, ഇപ്പോൾ യൂട്യൂബിലൊക്കെ ആണെങ്കിൽ നമ്മൾ കേൾക്കുന്ന വീഡിയോയുടെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ നോർമൽ സ്പീഡിൽ കേട്ടിട്ട് നമുക്ക് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ആദ്യം സ്പീഡ് കുറച്ച് കേൾക്കാൻ ശ്രമിക്കുക. അങ്ങനെ കേട്ട് പിന്നീട് നമ്മൾ ആ സ്പീഡിനോട് കംഫർട്ടബിൾ ആയിട്ട് നമ്മൾക്ക് ആ സ്പീഡിൽ കേൾക്കുന്ന എല്ലാ കാര്യങ്ങളും മനസ്സിലായി കഴിയുമ്പോൾ നമ്മൾ പിന്നെയും സ്പീഡ് കൂട്ടുക. അങ്ങനെ പല ടെക്നിക്സ് ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുക?
ഇംഗ്ലീഷ് കേൾക്കുന്നത് നല്ലപോലെ മനസ്സിലാക്കാൻ പറ്റുന്ന സ്റ്റേജിലേക്ക് എത്തുക. ഇത് നമ്മളെ ഒറ്റ ദിവസം തന്നെ ചെയ്യേണ്ട ആവശ്യമില്ല. കുഞ്ഞു സ്റ്റെപ്സ് എടുത്താൽ മതി. ആദ്യത്തെ ദിവസം നമ്മൾ ചെറിയൊരു പാട്ട് മാത്രം കേട്ടാൽ മതി. രണ്ടാമത്തെ ദിവസം ഒരു പാട്ടും പിന്നെ ഒരു കുഞ്ഞു വീഡിയോയും കൂടെ കാണാൻ ശ്രമിക്കുക. ഒത്തിരി വലിയ വീഡിയോയിലേക്ക് നമ്മൾ പോകണ്ട, ചെറിയ വീഡിയോസ് കണ്ടാൽ മതി. കാരണം നമുക്ക് അത്രയും കോൺസെൻട്രേഷൻ കിട്ടിയെന്ന് വരത്തില്ല നമ്മൾ ഇംഗ്ലീഷ് കേൾക്കാൻ ശ്രമിക്കുന്ന സമയത്ത്. അതുപോലെ പിന്നെ ഒരു ലേറ്റർ സ്റ്റേജിൽ നമ്മൾ പതുക്കെ ഇംഗ്ലീഷ് മൂവീസ് കണ്ടു തുടങ്ങുക. ഇതൊക്കെയാണ് നമുക്ക് ലിസണിങ്ങിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. ഇനി അടുത്തത് റീഡിങ്ങിലാണ്. നമ്മൾ വായിക്കുന്നത് എത്രത്തോളം നമ്മൾ കൂടുതൽ വായിക്കുന്നു അത്രയും കൂടുതൽ നമുക്ക് വൊക്കാബുലറിയും സെൻറ്റൻസ് സ്ട്രക്ചറും ഗ്രമാറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ ഇതൊക്കെ നമ്മുടെ ബ്രെയിൻ സ്റ്റോർ ചെയ്യുന്നുണ്ടാകും. നമ്മൾ വായിക്കുന്ന വേർഡ്സ് ആയിക്കോട്ടെ, നമ്മൾ ഒരു സെൻറ്റൻസ് എങ്ങനെ കൺസ്ട്രക്ട് ചെയ്തേക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വായനയിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം തന്നെ നമുക്ക് കിട്ടാവുന്ന ചെറിയ കാര്യങ്ങൾ, നമ്മളിപ്പോൾ ഒരു ബ്രോഷർ നമ്മൾക്ക് വഴി ആരെങ്കിലും തരുകയാണ്, അപ്പോൾ അത് ഇംഗ്ലീഷിൽ എഴുതിയേക്കുന്നതെന്ന് കരുതി നമ്മളത് കളയാതിരിക്കുക. എന്ത് ചെയ്യുക, അതെടുത്തിട്ടൊന്ന് വായിക്കാൻ ശ്രമിക്കുക. അതിനകത്തൊരു കുഞ്ഞു കാര്യമായിരിക്കും, പക്ഷേ ഒരു കുഞ്ഞു കാര്യം ഇംഗ്ലീഷിൽ എഴുതിയേക്കുന്നതായിരിക്കും, പക്ഷേ അതൊന്ന് വായിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചു നോക്കിയേ. നമുക്ക് അങ്ങനെ നമ്മൾ ഇപ്പോൾ മലയാളം ന്യൂസ് പേപ്പർ വായിക്കുന്നെങ്കിൽ നമ്മളത് ഇംഗ്ലീഷിലേക്ക് ആക്കുക, ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ വായിക്കാൻ ശ്രമിക്കുക. അങ്ങനെ പിന്നെ നമ്മളൊരു ലേറ്റർ സ്റ്റേജിൽ എന്ത് ചെയ്യുക, കുഞ്ഞു കഥകൾ വായിക്കാൻ ശ്രമിക്കുക ഇംഗ്ലീഷിൽ. ഓക്കെ, ചെറിയ ഒരു കഥയുടെ പുസ്തകം വായിച്ചിട്ട് അതിനകത്ത് കുറേ കഥകൾ കാണും അല്ലേ ചിലപ്പോൾ. അങ്ങനെ ഓരോരോ കഥകൾ വായിച്ച് തീർക്കാൻ ശ്രമിക്കുക. പിന്നീട് നമ്മൾക്കൊരു ബുക്ക് തന്നെ ഇംഗ്ലീഷിൽ വായിക്കാൻ പറ്റും. അങ്ങനെ വായിക്കുന്നത് നമ്മുടെ ഒരു മെയിൻ ശീലമാക്കുക. കേൾക്കുന്നത് പോലെ തന്നെ ഇംഗ്ലീഷ് കേൾക്കാൻ ശ്രമിക്കുന്നത് പോലെ തന്നെ ഇംഗ്ലീഷ് വായിക്കാനും അത്ര തന്നെ ശ്രമിക്കുക. ഓക്കെ, പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എഴുതുന്നതാണ്. നമ്മൾ എഴുതുന്നതിൽ ഇപ്പോൾ നമ്മൾ കൂടുതലും ആളുകൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കുന്നതാണ് വേണ്ടത്. അപ്പോൾ എഴുതുന്നതിൽ നമ്മൾ ഒത്തിരി കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടതെന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ നമ്മൾ എഴുതി ആ ഒരു ഫ്ലോ കിട്ടിയാൽ നമ്മൾക്കത് സംസാരത്തിൽ റിഫ്ലക്റ്റ് ചെയ്യാൻ പറ്റും. കാരണം നമ്മുടെ തോട്ട്സ് നമ്മൾ എഴുതുന്ന ആ ഒരു സ്പീഡിൽ തന്നെ നമ്മൾക്ക് പിന്നീട് സംസാരിക്കാനും കഴിയും. ഓക്കെ, അപ്പോൾ നമ്മൾ ഒത്തിരി ഒന്നും ചെയ്യേണ്ട. നമ്മൾ തുടക്കത്തിൽ തന്നെ ഒരു ജേർണൽ എഴുതാനൊക്കെ ശ്രമിച്ചാൽ മതി. നമ്മളെന്നും വൈകിട്ട് ഒരു ബുക്ക് എടുത്തിട്ട് അതിനകത്ത് ഡേറ്റ് എഴുതിയിട്ട് അന്ന് സംഭവിച്ചു എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്ന് എഴുതാൻ ശ്രമിക്കുക. ഇംഗ്ലീഷിൽ എഴുതാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ മലയാളത്തിൽ നിന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് എഴുതരുത്, നമ്മൾ ഇംഗ്ലീഷിൽ തന്നെ ചിന്തിച്ച് എഴുതാൻ വേണ്ടി ശ്രമിക്കണം. ഓക്കെ, പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് സ്പീക്കിംഗ് ആണ്. ഓക്കെ, മറ്റൊരു ഔട്ട്പുട്ടാണ് നമ്മൾ സ്പീക്കിംഗ് എടുക്കുന്നത്. അപ്പം നമുക്ക് ആദ്യം തന്നെ പോയിട്ട് നമ്മൾ ആരോടെങ്കിലും ചെയ്യുന്ന ഇംഗ്ലീഷ് പറയാനുള്ള ഒരു ബുദ്ധിമുട്ട് നമുക്ക് കാണും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, വീട്ടിൽ തന്നെ ഇരുന്ന് നമ്മുടെ റൂമിലിരുന്ന് നമ്മൾ മാത്രമുള്ള സമയത്ത് കംഫർട്ടബിൾ ആയിട്ടുള്ള സമയത്ത് മിററിൻ്റെ മുന്നിൽ ചെന്ന് നിന്നിട്ട് നമ്മൾ പഠിച്ച എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഇംഗ്ലീഷിൽ സംസാരിക്കാൻ ശ്രമിക്കണം. കുഞ്ഞു കാര്യങ്ങൾ മതി. നമ്മളിപ്പോൾ ആദ്യം തന്നെ നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി മിററിൻ്റെ മുന്നിൽ നിന്നൊന്ന് ചെയ്ത് നോക്കുക. അത് ഇനി കുഞ്ഞു ടോപ്പിക്സ് എടുക്കുക. നമ്മൾ പോയ ഒരു ജേർണി, നമ്മൾ ട്രെയിനിൽ ട്രാവൽ ചെയ്തൊരു ഇൻസിഡൻറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കുഞ്ഞായിട്ട് എടുത്തിട്ട് മിററിൻ്റെ മുന്നിൽ നിന്ന് തന്നെ സംസാരിക്കാൻ ശ്രമിക്കുക. ആ സംസാരിക്കുന്നത് റെക്കോർഡ് ചെയ്തിട്ട് കേൾക്കാൻ ശ്രമിക്കുക. അതിൽ വന്നിരിക്കുന്ന പിഴവുകൾ മനസ്സിലാക്കുക, ഒന്നും കൂടെ റെക്കോർഡ് ചെയ്യാൻ ശ്രമിക്കുക. നമ്മുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് അറ്റ്ലീസ്റ്റ് നമ്മൾക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ അതിൽ ഫോക്കസ് ചെയ്തിട്ട് നമ്മൾക്ക് ഇച്ചിരി കൂടെയും കൂടുതലായിട്ട്, ഇപ്പോൾ ആദ്യമൊക്കെ നമ്മൾ 1/2 മിനിറ്റൊക്കെ സംസാരിച്ചാൽ മതി. പിന്നെ പതുക്കെ നമ്മൾ ആ ടൈം കൂട്ടിക്കൊണ്ട് വരണം. എന്നിട്ട് നമ്മൾ കൂടുതലായിട്ട് സംസാരിക്കാൻ ശ്രമിക്കണം. നമ്മൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് എഴുതി വെച്ച സാധനം, അതായത് തലേദിവസത്തെ ജേർണൽ നമ്മൾ എഴുതിയിട്ടുണ്ടല്ലോ, ആ ജേർണലിലെ കാര്യങ്ങളൊന്ന് പറയാൻ ശ്രമിച്ചാലും മതി. ഓക്കെ, അപ്പോൾ ആ തുടക്കത്തിലൊക്കെ അങ്ങനെ ചെയ്താൽ മതി. പതുക്കെ നമ്മൾ അതിൽ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ടെന്ന് കാണുമ്പോൾ നമ്മൾ പുതിയ ടോപ്പിക്സ് കൊണ്ടുവരിക. ഓക്കെ, ഇനി ഇതിലെല്ലാം ഉപരിയായിട്ട് നമ്മളിപ്പം ലിസണിങ്, റീഡിങ്, റൈറ്റിംഗ്, സ്പീക്കിംഗ് ചെയ്യുന്നതിൻ്റെ ഉപരിയായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇംഗ്ലീഷിൽ ചിന്തിക്കുക എന്നുള്ളത്. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ മുന്നേ ഒരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പം ആ വീഡിയോയുടെ ലിങ്ക് നമ്മൾ ഈ വീഡിയോയിലേക്ക് ആഡ് ചെയ്യാം. എങ്ങനെ ഇംഗ്ലീഷിൽ ചിന്തിക്കാം എന്നുള്ള കാര്യം കൂടി നിങ്ങൾ നോക്കുക. നമ്മളിപ്പം ഇത്രയേ ഉള്ളൂ. ആ വീഡിയോയിലകത്ത് ഞാൻ ഇത്ര കാര്യങ്ങളെ പറയുന്നുള്ളൂ. നമ്മളുടെ സംസാരത്തിൻ്റെ ഇടയ്ക്കൊക്കെ മാക്സിമം ചില വേർഡ്സ് മാറ്റിയിട്ട് അവിടെ നേരെ ഇംഗ്ലീഷ് വേർഡ്സ് കൊണ്ടുവരാൻ ശ്രമിക്കുക. ചെറിയ സെൻറ്റൻസസ് ഇംഗ്ലീഷിൽ ഫോം ചെയ്യാൻ ശ്രമിക്കുക. നമ്മളോട് തന്നെ ഇംഗ്ലീഷിൽ സംസാരിക്കാൻ ശ്രമിക്കുക. നമ്മൾ തന്നെ അവിടെ ഇവിടെ ഇരിക്കുന്ന സമയത്ത്, ട്രാവൽ ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് നമ്മളോട് തന്നെ സംസാരിക്കാൻ പറ്റും അല്ലേ. അതൊക്കെ നമ്മൾക്ക് ഇംഗ്ലീഷിലേക്ക് ആക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ നമുക്ക് ഇംഗ്ലീഷിൽ എപ്പോഴും നമ്മൾ എന്ത് സാധനം കണ്ടാലും അത് ഒരു നമ്മളിപ്പോൾ കടയിൽ പോയി ഒരു സാധനം വാങ്ങിക്കുന്നത് നമ്മൾ ഇമാജിൻ ചെയ്തിട്ട് ആ കോൺവെർസേഷൻ ഇംഗ്ലീഷിലാക്കാൻ ശ്രമിക്കുക. അങ്ങനെയുള്ള ഡിഫറെൻറ്റ് കാര്യങ്ങളാണ് നമ്മൾ ഇംഗ്ലീഷ് ചിന്തിക്കുക എന്ന കാര്യത്തിൽ നമുക്ക്
ചെയ്യാൻ പറ്റുന്നത്. സോ ഇത്രയും കാര്യങ്ങൾ നമുക്ക് വീട്ടിലിരുന്ന് നമ്മുടെ ഡെയിലി ലൈഫിൽ ഇത്രയും ശീലങ്ങൾ ഇൻക്ലൂഡ് ആക്കി നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് ഡെഫിനറ്റ്ലി ഗ്രാജുവലായിട്ടാണെങ്കിലും ഇംഗ്ലീഷിൽ നമുക്കൊരു ഇമ്പ്രൂവ്മെൻറ്റ് കാണാൻ പറ്റും. ഇതിനു വേണ്ടി നമ്മൾ പ്രത്യേകിച്ച് ഒന്നും എവിടെയും പോയി പഠിക്കേണ്ട വരാതെ തന്നെ നമുക്ക് വീട്ടിലിരുന്ന് ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. എന്നിട്ട് നമ്മളൊരു കോഴ്സൊക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ആ കോഴ്സ് ബെനിഫിറ്റ് ചെയ്തേക്കും. സോ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഇന്നത്തെ ഈ ക്ലാസ്സിൽ പറയാനുള്ളത്. ഞാൻ ക്ലാസ്സിന് തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കാൻ സീരിയസ് ആയിട്ട് ചിന്തിക്കുന്നവരാണെങ്കിൽ നമ്മൾ ഇംഗ്ലീഷ് കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം Xelloയിലെ ആ കോഴ്സസ് അറിയാൻ വേണ്ടി നമ്മളുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ദിസ് ഇസ് അക്സ എബ്രഹാം സൈനിങ് ഓഫ് ഫ്രം Xello English. താങ്ക് യു.